കർത്താവ് എപ്പോഴും ഒരു പ്രദേശത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ഒരു രാജ്യത്തേക്ക് നോക്കുമ്പോൾ, ഒരു സംസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ, ഒരു ജില്ലയിലേക്ക് നോക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് നോക്കുമ്പോൾ, അവിടെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെയാണ് കർത്താവ് ആദ്യം, കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ അവരെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 8. കർത്താവിൻ്റെ സന്നിധിയിൽ സാത്താൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കർത്താവിൻ്റെ സന്നിധി ചെന്നു. കർത്താവിൻ്റെ സന്നിധി ചെന്നപ്പോൾ സാത്താനോട് കർത്താവ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്നറിയോ? നീ എൻ്റെ ജോബിനെ കണ്ടോ? നീ എൻ്റെ ദാസനായ ജോബിനെ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് പറഞ്ഞാൽ ജോബിൻ്റെ സർവ്വ ഡീറ്റെയിൽസ് മനപ്പാടാക്കി വെച്ചിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവൻ ചില സമയത്ത് ഉപവാസം എടുക്കുന്നു, ചില സമയത്ത് വെളുപ്പിനെ എഴുന്നേൽക്കുന്നു, ചില സമയത്ത് അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നു, അവൻ്റെ കഷ്ടത സഹിക്കുന്നു, അവൻ ലോകത്തിൽ ജനങ്ങൾ പാപത്തിൽ നശിക്കുന്നു കണ്ട് നെടുവീർപ്പിടുന്നു. ഇതെല്ലാം കർത്താവ് എണ്ണി എഴുതി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്റെ അലച്ചിലുകൾ അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തനം 56:8. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട്. എല്ലാ അലച്ചിലുകളും അവിടുത്തെ ഗ്രന്ഥത്തിലുണ്ട്. കർത്താവിന് വേണ്ടിയുള്ള അലച്ചിലുകൾ, കർത്താവിന് വേണ്ടിയുള്ള നെടുവീർപ്പുകൾ, വിശുദ്ധ സഭയ്ക്ക് വേണ്ടിയുള്ള വേദനകൾ, കണ്ണുനീര്, സങ്കടം, അലച്ചിൽ, ഉപവാസം, നമ്മൾ കർത്താവിനെ ഓർത്ത് ചെയ്ത സകല കാര്യങ്ങളും, അതിൻ്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും കർത്താവ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ഓർമ്മയിലുണ്ട്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. അത് കുപ്പിയിൽ ശേഖരിച്ച കണ്ണുനീർ കണങ്ങളെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്നൊന്നും വെറുതെ കർത്താവ് കളഞ്ഞിട്ടില്ല. ജോബിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ജോബിൻ്റെ സർവ്വ കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണ്. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അവനെ പോലെ സത്യസന്ധനും അവനെ പോലെ നീതിനിഷ്ഠനും അവനെ പോലെ കർത്താവ് ജോബിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് ജോബിനെ കുറിച്ചുള്ള സന്തോഷം, അപ്രീസിയേഷൻ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുമ്പോൾ അവിടുന്ന് നോക്കുന്ന കാര്യം ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മറ്റേ വചനവും. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. ഒരാൾ നീതിമാനുണ്ടെങ്കിൽ ആളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇവിടെ പറയണത്, ദൈവത്തെ സേവിക്കുന്നൊരു കാര്യമൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നത് കാര്യമൊന്നുമില്ല, വെളുപ്പിനെ എഴുതേക്കേണ്ട കാര്യമൊന്നുമില്ല, പള്ളിയിൽ പോകുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഈ ധ്യാനം ഇങ്ങനെ എപ്പോഴും കൂടിക്കൊണ്ടിരുന്ന കാര്യം, എപ്പോഴും ധ്യാനം വെക്കാനോ നേരമുള്ളോ, ഇങ്ങനെ വെറുതെ വ്യർത്ഥതാബോധം, കാര്യമില്ലെന്നുള്ള ചിന്ത നമ്മളെ ഗ്രസിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ നമ്മൾ തട്ടിക്കുറഞ്ഞ് എഴുന്നേൽക്കണം. കാര്യമുണ്ട്. അതുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ആരാധിക്കുന്ന സമൂഹമാക്കി അവരെ ജ്വലിപ്പിക്കണം. കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഏൽപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമാണത്. നിങ്ങളിന്ന് കർത്താവ് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വചനം കേട്ടു, നിങ്ങളിന്ന് പോയി, ഉണർവ് കുറഞ്ഞവരും തീഷ്ണത കുറഞ്ഞവരും മങ്ങിപ്പോയവരും വീണുപോയവരും തളർന്നിരിക്കുന്നവരും എല്ലാവരെയും വാടിപ്പോയവരും അങ്ങനെ ഒരു ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ച പലതരത്തിലുള്ള ചെടികളുണ്ട്. അതിനെല്ലാം വീണ്ടും ഉണർത്തണം, വീണ്ടും നനയ്ക്കണം, വീണ്ടും ശക്തി പ്രാപിക്കണം. അവർ ഒരുമിച്ച് കൂട്ടണം, അവർ വചനം കേൾക്കണം, അവർ വീണ്ടും ശക്തി പ്രാപിക്കണം. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. അപ്പം നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അറിവുള്ള ക്ഷീണിച്ചിരിക്കുന്നവരും തളർന്നിരിക്കുന്നവരുമായ ആത്മാക്കളെ കണ്ടെത്തി നാളത്തെ ശുശ്രൂഷയിൽ കൂടുതൽ പേരെ ഉണർത്തുക. കൂടുതൽ പേര് വചനം കേൾക്കട്ടെ, കൂടുതൽ പേര് കൃപ പ്രാപിക്കട്ടെ, കൂടുതൽ പേർ ദൈവത്തെ ആരാധിക്കട്ടെ, കൂടുതൽ പേർ ഉണരട്ടെ, കൂടുതൽ പേർ സംഘടിക്കുന്ന കർത്താവിൻ്റെ സഭ മുഴുവനും, കർത്താവിൻ്റെ ജനം മുഴുവനും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നത് വരെ ഈ അധ്വാനം തുടരേണ്ടിയിരിക്കുന്നു.